പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കണ സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടുപെട്ടത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ബനാർഘട്ട സൂവിൽ പോയതിൻ്റെ വീഡിയോ ആണിത്. റീലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്നാമത് ഈ സൂവിൽ പോകുന്ന ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സൂ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. മറ്റൊരാളുടെ ക്യാപ്റ്റിവിറ്റീനെ കഷ്ടപ്പാടിനെ നമ്മൾ കണ്ട് ആസ്വദിക്കണ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്തൊരു സംഭവം, നമ്മൾ കാട്ടിൽ നടന്ന് സന്തോഷിച്ച് നടന്ന ഒരാളെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒക്കെ ശരി സമ്മതിച്ചു. പക്ഷെ എന്നാലും ആ ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ അത് അനുഭവിക്കുമ്പോൾ തന്നെയല്ലേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ മൃഗമാണെങ്കിലും മനുഷ്യയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളതിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കൂട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, ചിരിക്കുക. എനിക്ക് ആ ഒരു സംഭവം തന്നെ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സൂവിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആ പരിപാടി ഉപേക്ഷിക്കാറാണ് പതിവ്. പക്ഷേ ബനാർഘട്ട സൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 3-4 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു ഫേമസ് സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും പോയി കാണണമല്ലോ. അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ. പക്ഷേ നമ്മൾ പോയ സമയം തീരെ ശരിയായില്ല. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോയതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഗുഹേൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കുറേ ഒന്നും വന്നില്ല കേട്ടോ. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങണു. ഈ ഒരു കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ആരെയും പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അവൾ തന്നെ ആ വണ്ടി ഉന്തിയിട്ട് ആ സ്ഥലം മൊത്തം കറങ്ങി നടന്ന് കാണാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്, അതാണ് അതിൻ്റെ ഒരു കറേജ് എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ബോട്ടിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞു എന്തിനാ വെറുതെ റിസ്ക് എടുക്കണത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വെള്ളം അത്ര ക്ലിയർ ആയിരുന്നില്ല. കാരണം ഇതൊരു സംഭവം നമ്മൾ പോയിരിക്കുന്നൊരു വേനൽക്കാലത്തിലാണെന്ന് തോന്നുന്നു. മെയ് മാസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം അത്ര ക്ലിയർ ഒന്നും ആയിരുന്നില്ല. പിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ര കണ്ട് വൃത്തി തോന്നിയതുമില്ല കേട്ടോ. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു, എങ്ങാനും പണി പാളി താഴെ വീണാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ കരയിലൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു. പണ്ട് ഞാനും അച്ഛനും അമ്മയും ഉണ്ണിയൊക്കെ പൂക്കോട്ട് തകടകത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ബോട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചു പോയിരുന്നതൊക്കെയാണ് കേട്ടോ ഓർമ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ബോട്ട് ജേണി അവിടെ കുറേ ആൾക്കാർ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടിങ്ങനെ ഇവിടെ അന്തം വിട്ട് കൊതിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോണത് ഇനിയും കുറേ മൃഗങ്ങൾ കാണാനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു സൗകര്യം അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനെ ഇതിൽ പോണതിനേക്കാളും നല്ലത് നമുക്ക് നടന്ന് ഇങ്ങനെ കാഴ്ചകൾ ചോദിച്ചു പോകുന്നതല്ലേ. അങ്ങനെ ഏഷ്യൻ എലിഫൻറ്റിനെ കണ്ടിട്ട് വിനേട്ടൻ ആ വഴിക്കൊന്നും വരണല്ല കേട്ടോ. കാരണം എലിഫൻറ്റ് എവിടെയുണ്ടോ അവിടെയുണ്ട് ആനന്ദം. അങ്ങനെയാണ് ഏട്ടൻ ആനേനെ കാണണം, കുറേ ആനേനെ കാണണം. അതാണ് ഏട്ടൻ്റെ ഏറ്റവും വലിയ ജീവിത അഭിലാഷം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡോഗ് കേട്ടോ, ഈ ഒരു ഡോഗിൻ്റെ സംബന്ധം എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തിനാ ഓടണമെന്ന് വെച്ചാൽ അതിനും അറിയില്ല.